യാ ഫൈൻ ഫൈൻ ദിസ് ഫർണിച്ചർ ഷോപ്പ് യെസ് ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം കേട്ടോ. ഇവിടുത്തെ ചൈനയിലെ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കര കംഫർട്ടായിട്ടാണ് എല്ലാവരോടും പെരുമാറുക. അപ്പോൾ അത്യാവശ്യം മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒക്കെ ഇവിടെ വന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ഇവിടുത്തെ ഏജൻറ്റുകൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വരണമെങ്കിൽ വരാം, ഇല്ലെങ്കിൽ ഡീറ്റെയിലുകൾ അയച്ചെന്ന് വീഡിയോസ് ഫോട്ടോസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയച്ച് നിങ്ങളെ സൈസ് ഡീറ്റെയിൽസ് മെറ്റീരിയൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, ചൈനയിൽ പോയി വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാശും അല്ലെങ്കിൽ അതിനെ കുറേ നഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന്. ഒരിക്കലുമില്ല. ഇന്ന് വരെ നിങ്ങൾ വീട് ഡിസൈൻ ചെയ്ത മിഡിൽ ക്ലാസ് ആയാലും ഹൈ ക്ലാസ് ആൾക്കാരായാലും ചൈനയിൽ വന്ന് അവർ ആർക്കിടെക്റ്റിനെയും കൊണ്ട് വന്ന് പർച്ചേസ് ചെയ്ത് പോയി വലിയ പ്രശ്നങ്ങളില്ലാതെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ അവർ ഹാപ്പിയും ആയിരിക്കും. അവർക്ക് ഇഷ്ടംപോലെ പൈസൻ്റെ ലാഭവും അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുമെന്നാണ് എനിക്കിതുവരെ മനസ്സിലാക്കാൻ പറ്റിയത്. ശരിക്കും 3 പേർക്ക് 4 പേർക്കൊക്കെ സുഖമായിട്ട് കട്ടിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അതിൻ്റെ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ഈ സെറ്റിന് നമ്മൾ കാണുന്നത് 1888 എന്ന് പറഞ്ഞിട്ട് ഓഫർ റേറ്റ് ഇട്ടിട്ടുണ്ട്. 1888 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20,000 രൂപയാണ് അതിൽ കാണുന്നത് ആ ഒരു ബെഡിൻ്റെ പ്രൈസ്. അതായത് നാട്ടിലത്തെ 40,000 രൂപയാണ് ഈ ഒരു സംഗതിൻ്റെ ഫുൾ സെറ്റ്. ഇതിലിതാ ഫങ്ഷൻസും കാര്യങ്ങളും USB ചാർജറും എല്ലാം നമുക്ക് ഒരു തീം കളറിൽ ഒക്കെ ഡിസൈനിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാനും ബൈ ചെയ്യാനൊക്കെ പറ്റും. നമ്മളെ നാട്ടിലുള്ളതിനേക്കാളും നല്ല ഫിനിഷിങ്ങിലും പുതിയതുമായ പല തരം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏത് തരവും നമുക്കിവിടെ കിട്ടും. ഇതിൻ്റെ ഉള്ളിലുള്ള ഫർണിച്ചറുകൾ നമുക്ക് വലിയ അവിടുത്തെ വിലൻ്റെ 1/3 ആയിരിക്കും കേട്ടോ വിലകൾ ഉണ്ടാവുക. ഇതിൻ്റെ ഒരു വ്യത്യാസവും കൂടി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഒന്നിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസും നമുക്ക് നല്ല പ്രൈസായിട്ട് സംഗതികൾ കിട്ടും എന്നതും കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്ക് ഉണ്ടെങ്കിൽ ഇത് കട്ടിലാക്കിയിട്ടും സോഫായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അത് ടയറൊക്കെ ഉള്ള സെറ്റപ്പാണ്. ഇപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് മിഡിൽ ക്ലാസ് ആൾക്കാർക്കുള്ള, മറ്റേത് നമ്മൾ ഹൈ ക്ലാസ് ആൾക്കാർക്കാണ്. മിഡിൽ ക്ലാസ് ആൾക്കാർക്കുള്ള ഒരു മോളുണ്ട് ഇതേപോലെ. സെലക്ഷൻ നമുക്ക് മിഡിൽ ക്ലാസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊഡക്ഷനുള്ള. അപ്പോൾ അവിടെ കണ്ടിട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഫർണിച്ചർ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഫർണിച്ചർ മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണുന്നത്. ഫർണിച്ചർ മാർക്കറ്റിൽ തന്നെ ഒരു വലിയ മോളുണ്ട്. ആ മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് കസ്റ്റമൈസ് ചെയ്തിട്ട് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഫർണിച്ചർ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. ഇതാണ് ആ മോള് കേട്ടോ. ഇവിടുത്തെ ഫർണിച്ചറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് എടുത്താലും നമുക്ക് അവിടേക്ക് വാങ്ങി വെക്കാവുന്ന രീതിയിലുള്ള ഫർണിച്ചറുകളാണ് ഉണ്ടാവുക. നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്ത് വെക്കും, നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇതിലും കസ്റ്റമൈസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു റേഞ്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ഷൂട്ടിങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇവിടുത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫർണിച്ചറുകൾ നമുക്ക് വലിയ അവിടുത്തെ വിലൻ്റെ 1/3 ആയിരിക്കും കേട്ടോ വിലകൾ ഉണ്ടാവുക. അത്രത്തോളം വ്യത്യാസത്തിൽ ഉണ്ടാവും. എന്നാൽ ലേറ്റസ്റ്റും നല്ല ക്വാളിറ്റിയും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന A ഗ്രേഡ് B ഗ്രേഡ് C ഗ്രേഡ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഡീലക്സ് വ്യത്യാസങ്ങൾ മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് കയറുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതും അടിപൊളിയാണ് ഫർണിച്ചറുകളും കാര്യങ്ങളും. ഇവിടെ നമ്മൾ കാണുന്ന സംഗതികൾ നമ്മൾ അവിടെ കണ്ട ഡിസൈനും ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ കുറച്ചുകൂടിയും ക്ലാസ് ഡിഫറെൻറ്റ് മാത്രമാണ് ഇവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. പിന്നെ ഇവിടെ ഒരു മിഡിൽ ക്ലാസ്സിന് പറ്റിയ രീതിയിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഫർണിച്ചറും ഇവിടെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഗ്ലാസ് മെറ്റീരിയലിലുള്ള ഫർണിച്ചർ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ലേറ്റസ്റ്റായിട്ട് എന്തുണ്ടോ അതൊക്കെ മിഡിൽ ക്ലാസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ ഗ്രേഡ് വ്യത്യാസങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. ഇവിടുത്തെ കാഴ്ചകളിലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യത്യാസങ്ങൾ. ഇതാണ് ഈ 2 കാറ്റഗറിയാണ് ശരിക്കും ചൈനയിൽ വന്നാൽ നമുക്ക് ബെനിഫിറ്റ് ഉള്ളത്. അപ്പോൾ എൻ്റെ സജഷൻ, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ആൾക്കാർ മിഡിൽ ക്ലാസ് ആണെങ്കിലും ഇവിടെ വന്ന് ഫർണിച്ചർ സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫർണിച്ചർ, ലൈറ്റ്, കിച്ചൺ ഐറ്റംസ് ഇത് 3 കൂടി നമ്മൾ കാറ്റഗറി ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും നല്ല സാധനങ്ങളും
നല്ല എന്താ പറയുക പ്രൈസിൽ നമുക്ക് ഡിഫറൻറ്റും പുതിയ സാധനങ്ങൾ ഒരു മറ്റുള്ളവരുടെ അടുത്ത് കോപ്പി പോലെ ഇല്ലാത്ത കുറേ സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടുത്തെ ഫർണിച്ചറുകളൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഫർണിച്ചർ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. നമ്മളെ നാട്ടിലുള്ളതിനേക്കാട്ടി നല്ല ഫിനിഷിങ്ങിലും പുതിയതുമായ പല തരം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏത് തരവും നമുക്കിവിടെ കിട്ടും. ഇതിൻ്റെ ഒരു വ്യത്യാസവും കൂടി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഒന്നിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസും നമുക്ക് നല്ല പ്രൈസായിട്ട് സംഗതികൾ കിട്ടും എന്നതും കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇവിടെയും നമുക്ക് കളർ തീമുള്ള ഫേർണിച്ചർ കാണാൻ കഴിയും. അപ്പം നമുക്ക് ഒരു തീം കളറിൽ ഒക്കെ ഡിസൈനിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാനും ബൈ ചെയ്യാനൊക്കെ പറ്റും. ഇവിടെയും കസ്റ്റമൈസ് ചെയ്യാനൊക്കെ കഴിയും കേട്ടോ നമുക്ക്. ഇതേപോലെ ഇത് ചിലപ്പോൾ ലെതർ തന്നെ ആയിരിക്കാം, പക്ഷെ നമ്മൾ അവിടെ കണ്ട ആ ഒരു ഡീലക്സ് ക്ലാസ് ലുക്ക് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ബാക്കി മെറ്റീരിയൽ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നല്ല ഡിസൈൻസ് ഒക്കെ ഇതിലും ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഷോറൂമിൻ്റെ ഒരു സെറ്റിങ്സ് കാണുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കാറ്റഗറി. അപ്പോൾ ഇതും നമുക്ക് ആ ഒരു ടൈപ്പ് വീടുകളിലേക്ക് സെറ്റ് ചെയ്യാവുന്ന സംഗതികൾ കൂടി ഇവർ ഇതിനോടൊപ്പം ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഹലോ, ഹൗ ആർ യു? യാ കമ്മിങ്. ഈ സോഫകളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഏകദേശം ഇവിടുത്തെ രീതികൾ. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് കാണിക്കാം. 3980 ഇതിൻ്റെ സെറ്റാട്ടോ. ഈ സോഫൻ്റെ ഫുൾ സെറ്റ്, അതായത് നാട്ടിലത്തെ 40,000 രൂപയാണ് ഈ ഒരു സംഗതിൻ്റെ ഫുൾ സെറ്റ്. ഇതിലിതാ ഫങ്ഷൻസും കാര്യങ്ങളും USB ചാർജറും എല്ലാം, അത് ലേറ്റസ്റ്റ് ആയിട്ട് വേണ്ടിയ എല്ലാ സംഗതികളും ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. ഇവിടെയും ഇതേപോലെ ബ്രാൻഡിങ് ഉള്ളത് ഉണ്ടാവും കേട്ടോ. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും, അവർ ബ്രാൻഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ കാലത്ത് വേൾഡിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ തന്നെ മിഡിൽ ക്ലാസ് ആണ് റേഞ്ച് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹൈ ക്ലാസ് കുറച്ചാണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പോൾ ഈ സെറ്റിന് നമ്മൾ കാണുന്നത് 1888 എന്ന് പറഞ്ഞിട്ട് ഓഫർ റേറ്റ് ഇട്ടിട്ടുണ്ട്. 1888 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20,000 രൂപയാണ് അതിൽ കാണുന്നത് ആ ഒരു ബെഡിൻ്റെ പ്രൈസ്. ഇതേപോലെ സോഫ സെറ്റുകൾ നാട്ടിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അത് കുറച്ചുകൂടി പുതിയതും അതിൻ്റെ സെറ്റപ്പ് കുറച്ചുകൂടി വ്യത്യാസമുള്ളതും കൂടി ആട്ടോ കാണുന്നത്. ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്ക് ഉണ്ടെങ്കിൽ ഇത് കട്ടിലാക്കിയിട്ടും സോഫായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അത് ടയറൊക്കെ ഉള്ള സെറ്റപ്പാണ്. ഇതിപ്പോൾ സോഫ മാത്രമായി. നേരത്തെ നമ്മൾ ഇത് ഉള്ളോട്ടേക്ക് വലിയുന്നതിൻ്റെ മുമ്പ് അത് രണ്ട് രീതിയിൽ നമുക്ക് കട്ടിലായിട്ടും കിടക്കാൻ പറ്റും. ശരിക്കും 3 പേർക്ക് 4 പേർക്കൊക്കെ സുഖമായിട്ട് കട്ടിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അതിൻ്റെ സെറ്റപ്പ് വരുന്നത്. ഇപ്പം അതെ, ഒന്ന് വേണമെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങനെ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒക്കെ റിമോട്ടിലാണ് കാര്യങ്ങൾ. ഇതിപ്പോൾ നമ്മൾ സൗകര്യം കുറഞ്ഞൊരു സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതേപോലെ ഉപയോഗിച്ചാൽ സോഫായിട്ടും പിന്നെ ലാസ്റ്റ് രാത്രിയിലേക്ക് നമുക്ക് ബെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മിഡിൽ ക്ലാസ്സിലാവുമ്പോൾ ഇങ്ങനത്തെ കുറേ സെറ്റപ്പുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇതാണായിരുന്നു ആ സെക്ഷന്. ഇപ്പോൾ നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് കയറുക കേട്ടോ. അപ്പം മിഡിൽ ക്ലാസ്സിലും നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് സംഗതികളുണ്ടാവും. അതിലേക്ക് ആഡ് ചെയ്യാൻ ഇതേപോലെ പുറത്തുള്ളത് ഉണ്ടാവും. കണ്ടില്ല നിങ്ങൾ, പുറത്ത് ഇതേപോലെ ഓരോരോ സംഗതികൾ നമുക്ക് ആ ഫർണിച്ചറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ പ്രോഡക്ട്സുകൾ ഉണ്ടാവും കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ അതേ ഡിസൈൻ കണ്ടെങ്കിൽ ഡിസൈൻ സെയിം ആണ്, പക്ഷെ ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ മാറും. ഈ മെറ്റീരിയൽസ് മാറുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് പറയുക, നിങ്ങൾക്ക് പകുതിയിൽ മേലെ വ്യത്യാസങ്ങൾ പ്രൈസിലുണ്ടാവും എന്നുള്ള. ഡിസൈനൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കുറയുമ്പോൾ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റിലും മാറ്റങ്ങൾ വരും. ഇത് നമ്മൾ റിവോൾവിങ് ടേബിളിൻ്റെതാണ്. അതിൻ്റെ കളക്ഷൻസ് ആട്ടോ, ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതിൽ. റിവോൾവിങ്ങിൽ ഒരുപാട് കളക്ഷന് ഇതങ്ങണ്ടില്ല, പ്യൂർ വൈറ്റിൽ അങ്ങനെ ഒരുപാട് ടേബിളിൻ്റെ സെലക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നമുക്കത് കാണിച്ചു തരാനും ഇതിനെപ്പറ്റി പറഞ്ഞു തരാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആട്ടോ. നിങ്ങൾ കാണുന്നില്ലേ, നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കും ഇവരൊക്കെ ഹലോ എല്ലാവരും ഹലോ നിങ്ങൾക്ക് കാണണമെന്ന് ചോദിക്കും നമ്മളത്. അപ്പോൾ നമുക്കിത് ഫുള്ള് കാണണമെന്നുള്ളത് നമ്മളെ ഒരു പരിധിയില്ലേ, കാണാൻ കഴിയുന്നതിനും കാണുന്നതിനൊക്കെ ഒരുപാട് പരിധികളുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ഇഷ്ടമുള്ളത് സ്ഥലത്ത് നമ്മൾ കയറും. അവരെല്ലാ സ്ഥലത്തേക്കും നമ്മളെ
ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. ചില ആൾക്കാർ നമുക്ക് ജ്യൂസ്, ഫുഡ് ഒക്കെ ഓഫർ ചെയ്യുന്ന സിസ്റ്റങ്ങളുണ്ട്. അതാണ് ചൈനൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ കൂടിയാണ്. ആൾക്കാർ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് കംഫർട്ടായിരിക്കും. ഇവിടെ എല്ലാ കാര്യങ്ങളിലും അവർ നമ്മളോടുള്ള ആ ബിഹേവിങ് ഭയങ്കരമായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതേപോലെ കണ്ടില്ല നിങ്ങൾ, ഇതേപോലെയൊക്കെ ബ്രാൻഡ് നെയിമിലായിരിക്കും ഇവർ. ഇതൊക്കെ ഓരോരോ ചൈനീസ് ബ്രാൻഡ് തന്നെ കേട്ടോ. ഇവർ പ്രൊഡക്ഷൻ ചെയ്ത് ഇവർ വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് ഇവരുടേതായ ബ്രാൻഡിൽ ഇവരെ ഷോറൂംസുകളാണ്. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമൈസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് ഇവർ നമുക്ക് ഡെലിവറി തരികയും. അപ്പോൾ നമ്മൾ ഈ മിഡിൽ ക്ലാസ്സിൻ്റെ ഫർണിച്ചറും നമ്മൾ ഹൈ ക്ലാസ്സിൻ്റെ ഫർണിച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ആഡ് ഓൺ ആയിട്ട് വെക്കുന്ന ഇതേപോലെ ഡിസ്പ്ലേക്കുള്ള കുറേ സംഗതികൾ ഉണ്ടാവില്ലേ, അതൊക്കെ ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കസ്റ്റമൈസ് അല്ലാതെ നമുക്ക് വന്ന് ഇതേപോലെ അതിനോട് ആഡ് ഓൺ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ മാർക്കറ്റ് തന്നെ സെറ്റ് ചെയ്തത്. ഇത് നമ്മൾ ഓഫീസ് ടേബിളുകൾ കണ്ടെങ്കിൽ ഓഫീസ് ടേബിളിൽ ഇപ്പോൾ പുതിയൊരു ഇതാണ്, ഒരു ബെഞ്ച് അതിൻ്റെ കൂടെ ജോയിൻ്റ് ആയിട്ട് വരിക എന്നുള്ള ഡിസൈൻ കേട്ടോ. കണ്ടില്ലേ, അടിപൊളി. ഇവരെ ചൈനീസ് ടൈപ്പിലുള്ള സാധനങ്ങളാണ് ഈ ഡിസൈന്. പക്ഷേ നമുക്കും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഓഫീസ് ടേബിൾസൊക്കെ സെറ്റ് ചെയ്തത്. ഇതൊന്നും വലിയ ഹെവി വില ഉള്ളതൊന്നും ആയിരിക്കണമെന്നില്ല കേട്ടോ. ഇതൊക്കെ ഒരു മീഡിയം, നമുക്ക് എപ്പോഴും എന്താ പറയുക, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും ഇതിനുണ്ടാകും. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമുക്ക് ശരിക്കും അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള മാറ്റുകൾ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ എല്ലാ സാധനങ്ങളും ഇതുപോലത്തെ ഈ മിഡിൽ ക്ലാസ് ഫർണിച്ചർ ഏരിയയിലാണ് നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാകുക. ഇതെന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വീട് എടുത്തിട്ട് ഫർണിഷിങ് വാങ്ങാൻ വേണ്ടി വരുന്നതാണ് അധികവും മിഡിൽ ക്ലാസ് ഉണ്ടാവുക. ഹൈ ക്ലാസ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അവരെ ഫർണിച്ചറും ലൈറ്റും എല്ലാം ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടായിരിക്കും അവർ പർച്ചേസ് ചെയ്യുക. അതുകൊണ്ടാണ് അത് രണ്ടും രണ്ട് രീതിയിലായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഈ മിഡിൽ ക്ലാസ് ഫർണിച്ചറിൻ്റെ ഒരു ഔട്ട്ലുക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് അത് ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ട മോളിൻ്റെ മറ്റൊരു രീതി. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് ഈ റേഞ്ചിലുള്ള സാധനങ്ങളാണ് കിട്ടുക. ഇവിടുന്ന് അവിടേക്കൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ നമുക്ക് പുറത്ത് താമസിക്കാനുള്ള ഹോട്ടലുകൾ, അതേപോലെ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. ഇവിടെ അവർ ഓരോരോ അപ്ഡേഷൻ വന്നുകൊണ്ട് വരുന്നത്. മെജാസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഓരോ കളർ തീമിൽ ഇവർ ചെയ്യുന്ന ഫർണിച്ചറാണെന്നാണ് തോന്നുന്നത്. ഇതും മിഡിൽ റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന ഫർണിച്ചറുകളാട്ടോ. അപ്പോൾ ഓരോരോ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഓരോരോ ഏരിയാസ് ഇതിൽ സെലക്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബെഡിൻ്റെ സെക്ഷനാണെങ്കിൽ അങ്ങനെ, മൊത്തം ഫർണിച്ചറിൻ്റെതാണ് അങ്ങനെ, ചെയർ, റെസ്റ്റോറൻറ്റ് സെക്ഷന്, റിസോർട്ട് സെക്ഷന്, അങ്ങനെ നമ്മൾ കാറ്റഗറി തീരുമാനിച്ച് നമ്മൾ ഓരോരോ സെക്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ മെനക്കെട്ടാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫർണിച്ചറുകളൊക്കെ നമുക്ക് വാങ്ങാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒക്കെ ഇവിടെ വന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ഇവിടുത്തെ ഏജൻറ്റുകൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വരണമെങ്കിൽ വരാം, ഇല്ലെങ്കിൽ ഡീറ്റെയിലുകൾ അയച്ചെന്ന് വീഡിയോസ്, ഫോട്ടോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയച്ച് നിങ്ങളെ സൈസ് ഡീറ്റെയിൽസ്, മെറ്റീരിയൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ കഴിയുന്നത്ര നമ്മളെ ഏജൻ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊന്ന് ഒരു ട്രിപ്പ് വരിക, നിങ്ങൾ കാണുക, സ്വയം മനസ്സിലാക്കുക, അതിൻ്റെ ഡിസൈനറും അതിൻ്റെ ആർക്കിടെക്റ്റും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ കാശ് പോവുകയല്ല ചെയ്യുക. നമുക്ക് ശരിക്കും നമ്മൾ വിചാരിച്ച രീതിയിലുള്ള നല്ല കംഫർട്ടായിട്ടുള്ള ഡിസൈനും നല്ല മെറ്റീരിയലും നല്ല സാധനങ്ങളും പുതിയ ഡിസൈനുകളും നമുക്ക് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, ചൈനയിൽ പോയി വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാശും അല്ലെങ്കിൽ അതിനെ കുറേ നഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന്. ഒരിക്കലുമില്ല. ഇന്ന് വരെ നിങ്ങൾ വീട് ഡിസൈൻ ചെയ്ത മിഡിൽ ക്ലാസ് ആയാലും ഹൈ ക്ലാസ് ആൾക്കാരായാലും ചൈനയിൽ വന്ന് അവർ ആർക്കിടെക്റ്റിനെയും കൊണ്ട് വന്ന് പർച്ചേസ് ചെയ്ത് പോയി വലിയ പ്രശ്നങ്ങളില്ലാതെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ അവർ ഹാപ്പിയും ആയിരിക്കും, അവർക്ക് ഇഷ്ടംപോലെ പൈസൻ്റെ ലാഭവും അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുമെന്നാണ് എനിക്കിതുവരെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ആവശ്യക്കാരും സാധാരണക്കാരായാലും നല്ല ആൾക്കാരായാലും ഒക്കെ തന്നെ വലിയ ആൾക്കാരൊക്കെ തന്നെ ഹൈ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഓപ്പണായിട്ട് എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ചെയ്തു തരാൻ പറ്റുമെന്നും കൂടിയും ഞാൻ ഈ ഒരു വീഡിയോയിൽ അറിയിക്കുകയാണ്. ഇതൊരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നുമല്ല, സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ചില ആൾക്കാർക്ക് ഇത് നമുക്കെങ്ങനെ കഴിയും, നമുക്കിത് കഴിയില്ല എന്നൊക്കെ വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, നിങ്ങൾക്ക് അത്ര പോലും നിങ്ങൾക്ക് ഇതിൻ്റെ സർവീസോ എന്ത് ഡീറ്റെയിൽ അറിയണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് തരുന്നതും ഇതേപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാം ഒരുക്കാനുള്ള സംവിധാനവും അതിൻ്റെ ഓഫീസും സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടെന്നും കൂടി അറിയിക്കുകയാണ് കേട്ടോ. ഫൈൻ ദിസ് ഫർണിച്ചർ ഷോപ്പ്. യെസ് ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം കേട്ടോ. ഇവിടുത്തെ ചൈനയിലെ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കര കംഫർട്ടായിട്ടാണ് എല്ലാവരോടും പെരുമാറുക. അപ്പോൾ നമ്മളെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതേപോലത്തെ ചൈനയിലെ മാർക്കറ്റുകളിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആൾക്കാരെയും സർവീസും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മളെ ഈ മിഡിൽ ക്ലാസ് ഫൈൻ മിഡിൽ റേഞ്ച് ഫർണിച്ചറിൻ്റെ മാർക്കറ്റും അതിൻ്റെ പ്രൊഡക്റ്റും ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തൊരു കാഴ്ച കാണും വരെ ബായ്.